നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള റബ്ബർ ബോർഡിൽ നിലവിലുള്ള ഫീൽഡ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 40 സ്ഥിരം ഒഴിവുകളാണ് ഉള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈൻ പോർട്ടലായ റബ്ബർ ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ പോർട്ടലായ recruitments.rubberboard.org.in എന്ന സൈറ്റ് വഴി 2025 മാർച്ച് 10 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ആകെ 40 വേക്കൻസികളാണുള്ളതെന്ന് പറഞ്ഞതിൽ 27 വേക്കൻസികൾ അൺറിസർവ്ഡ് ആണ്. SC/ST കാരായവർക്ക് 2 വേക്കൻസികൾ വീതവും, OBC കാൻഡിഡേറ്റ്സിന് 5 വേക്കൻസികൾ വീതവും, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWS കാൻഡിഡേറ്റ്സുകൾക്ക് 4 വേക്കൻസികളുമാണ് ആകെയുള്ളത്. അങ്ങനെ 40 വേക്കൻസികളാണ് നിലവിലുള്ളത്. അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് 9300 മുതൽ 34,800 എന്ന പഴയ സ്കെയിലിൻ്റെ പ്രീ റിവേഴ്സ് സ്കെയിലാണ്. അതോടൊപ്പം 4100 രൂപ ഗ്രേഡ് പേ ആയിട്ട് ലഭിക്കും. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുവേണ്ട യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണിയിൽ മാസ്റ്റേഴ്സ് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. റിട്ടേൺ എക്സാമിനേഷൻ കേരളത്തിൽ 4 സെൻറ്ററുകളാണുള്ളത്. തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കണ്ണൂർ എന്നിങ്ങനെയാണ് ഈ സെൻറ്ററുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ട് കഴിയും. എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. 1000 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള അപേക്ഷാ ഫീസ്. എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും 1000 രൂപ ഓൺലൈനായിട്ട് എക്സാമിനേഷൻ ഫീസായിട്ട് അടയ്ക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ റെഡിയാവുന്നവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. കേരളത്തിലും വേക്കൻസികൾ ഉണ്ട് എങ്കിലും നോർത്ത് ഈസ്റ്റിലൊക്കെ ഇപ്പോൾ റബ്ബർ ബോർഡിൻ്റെ കൾട്ടിവേഷൻസ് ഒക്കെ നടക്കുന്നതിനാൽ അവിടെയും വേക്കൻസികളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് 2025 മാർച്ച് 10 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളൊരു ഇമെയിൽ ID യും കൊടുത്ത് അതുപോലെ ഒരു പാസ്വേഡും കൊടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതിനുശേഷം വേണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതോടൊപ്പം നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പിയുടെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ക്വാളിഫിക്കേഷൻസിൻ്റെ കോപ്പി, എക്സ്പീരിയൻസിൻ്റെ കോപ്പി, അതേപോലെ ഫീസ് ഓൺലൈനായിട്ട് വേണം അടയ്ക്കാനായിട്ടുള്ളത്. ഇനി കാസ്റ്റ് ആനുകൂല്യങ്ങളൊക്കെ വേണ്ടവരാണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഏജ് പ്രൂഫിന് വേണ്ടി ഏജ് പ്രൂഫ് ചെയ്യാനുള്ള കോപ്പി, ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കാരണം പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ ലഭിച്ച് ഇൻ കേസ് നിങ്ങൾ സെലക്ഷൻ ലഭിച്ച് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പെർമിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സമർപ്പിച്ച ആപ്ലിക്കേഷൻ്റെ ഒരു പകർപ്പും ഒറിജിനലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ആ സമയത്ത് ജോയിനിങ് സമയത്ത് ഹാജരാക്കണം എന്നാണ് പറഞ്ഞിട്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അത് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രത്യേകം ഞാൻ പറയുന്നു, റബ്ബർ ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് recruitments.rubberboard.org.in എന്ന സൈറ്റ് വഴി 2025 മാർച്ച് 10 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.